ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഞാനെൻ്റെ വെറുപ്പിക്കലായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ. കുറേ ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇടാത്തതുകൊണ്ട് പേഴ്സണലായിട്ട് കുറച്ച് പേരൊക്കെ ചോദിച്ചിരുന്നു, നീ എന്താ യൂട്യൂബൊക്കെ നിർത്തിയോ, എന്താ മോളെ സൈഡായോ എന്നൊക്കെ. എനിക്ക് വീണ്ടും പനി പിടിച്ചു ഗൈസ്. ജൂൺ ജൂലൈ മാസത്തിൽ 4th ടൈമാണ് എനിക്ക് ഈ പനി വരുന്നത്. എന്താ ചെയ്യുക, പനിക്ക് എന്നെ വിട്ടിട്ട് പോകാനുള്ള ഒരു ഉദ്ദേശമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഞങ്ങൾ തമ്മിൽ വല്ലാത്തൊരു ആത്മബന്ധത്തിലാണ് കേട്ടോ. എനിക്ക് തീരെ സൗണ്ട് ഇല്ലായിരുന്നു, ഇപ്പോഴും ഓക്കെ ആയില്ല, ചെറിയ ക്രാക്കൊക്കെ ഉണ്ട്. നിങ്ങളതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. സോ ഡെയിലി വ്ളോഗ് ചെയ്യാനൊന്നും പറ്റിയില്ല. ഇപ്പോൾ സൗണ്ട് ഓക്കെ ആയി വരുന്നുണ്ട്. എപ്പോൾ സൗണ്ട് തിരിച്ച് കിട്ടുന്നു അപ്പോൾ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് 1 വീക്കിനുള്ളിൽ നടന്ന കുട്ടി കുട്ടി വിശേഷങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പനി സ്റ്റാർട്ടായപ്പോഴേക്ക് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. റെഡ് അലേർട്ട് ആയിരുന്നുകൊണ്ട് സ്കൂൾ ഓഫാണല്ലോ, പിന്നെ എന്ത് നോക്കാനാ. സ്വന്തം വീട്ടിലാകുമ്പോൾ പുതച്ച് മൂടി റെസ്റ്റ് എടുക്കാമല്ലോ, വേറെ ഒന്നും നോക്കണ്ടല്ലോ. വീട്ടിലേക്ക് പോയതിൻ്റെ പിറ്റേ ദിവസം മിക്കാക്കൻ്റെ വൈഫും മക്കളും വന്നിരുന്നു കേട്ടോ. എൻ്റെ വീട് കുട്ടി തോടും വയലൊക്കെ ഉള്ള ഒരു നല്ലൊരു ഏരിയയിലാണ്. മഴക്കാലമായ വയലും തോടൊക്കെ നിറഞ്ഞ് റോഡിൻ്റെ ഒഴുക്കുള്ള വെള്ളം കീറി വരാറുണ്ട്. ഈവനിങ് ആയപ്പോൾ ചുമ്മാ അതിൽ നടന്നിട്ട് വരാമെന്ന് കരുതി ഇറങ്ങിയതാണ്. ഈ വെള്ളം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ടൈമിൽ ഞങ്ങൾ ഇവരെ പുറത്തോട്ട് ഇറക്കലൊന്നുമില്ല കേട്ടോ. എനിക്ക് ഒഴുക്കുള്ള വെള്ളമൊക്കെ നല്ല പേടിയാണ്. കാള പോലെ വളർന്നതെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെ വെള്ളം നിറഞ്ഞത് കാണാൻ ഇറങ്ങുന്ന തന്നെ ഫസ്റ്റ് ടൈമാണ്. ഉപ്പ പള്ളിയിൽ പോയ തക്കത്തിന് ചാടിയതാണ്. ഉപ്പ തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്ക് വീട്ടിലെത്തിയില്ലെങ്കിൽ സീനാവും. എനിക്ക് ഈ തോടും പുഴയും കടലൊക്കെ ഭയങ്കര പേടിയാണ് കേട്ടോ. കടൽ വെള്ളത്തിൽ ഞാൻ എൻ്റെ ഓർമ്മയിൽ ഇറങ്ങിയിട്ടില്ല. കടലിങ്ങനെ എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ എന്തോ ഒരു പേടിയാണ്. എപ്പോഴോ ഒന്ന് ട്രിപ്പ് പോയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പൂളിൽ ഇറങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് ഈ ഒഴുക്കുള്ള വെള്ളമൊക്കെ എനിക്ക് നല്ല പേടിയാണ്. ഈ വെള്ളത്തിന് ഇത്രമാത്രം പേടിക്കാൻ എന്താ കാരണം എന്ന് ചോദിച്ചാൽ, മേരി ബച്പൻ കി ടൈമിൽ ബഹുത്ത് ബഡാ മോശം ഇൻസിഡൻറ്റ് ഹുവാത്ത. നിങ്ങൾ ഈ വീഡിയോയിലൊരു കുട്ടിത്തോട് കണ്ടില്ലേ, അതിന് ഞങ്ങൾ കൈത്തോട് എന്നാണ് കേട്ടോ വിളിക്കുന്നത്. ഒരു കൈയിൻ്റെ വീതി ഉള്ളതുകൊണ്ടായിരിക്കും അതിങ്ങനെ വിളിക്കുന്നത്. അതിൻ്റെ ശാസ്ത്രീയ വശമൊന്നും എനിക്കറിയില്ല. ആ തോട് കുറച്ച് ദൂരം ഒഴുകി പോകുമ്പോൾ കുറച്ചുകൂടെ വലിയൊരു തോട്ടിലേക്ക് എത്തും. ആ വലിയ തോടിൻ്റെ സൈഡിലാണ് എൻ്റെ ഉപ്പൻ്റെ പെങ്ങളുടെ വീട്, അതായത് എൻ്റെ അമ്മായിൻ്റെ വീട്. ഒരു മഴക്കാലത്ത് അവിടെ പോയപ്പോൾ ഞാനും എൻ്റെ കസിൻസും മക്കളും അവിടുത്തെ തോട്ടിലെ ഒഴുക്കിൻ്റെ തീവ്രതയൊക്കെ ജസ്റ്റായിട്ടൊന്ന് അളന്ന് നോക്കിയിട്ടുണ്ടെന്നൊക്കെ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. അതോടുകൂടി എൻ്റെ വീട്ടിൽ എൻ്റെ ഉപ്പാക്ക് നല്ല പേടിയായി ഞങ്ങളെ വെള്ളത്തിൽ ഇറക്കാനും നീന്തലും പഠിപ്പിക്കാനൊക്കെ. ഇതൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. എല്ലാവരും ഇങ്ങനെ പറഞ്ഞ ഓരോ സ്റ്റോറി കേട്ടിട്ട് എൻ്റെ മൈൻഡിൽ ചെറിയൊരു വിഷ്വലുണ്ട്, അത്രമാത്രം. ഞാനന്ന് സ്കൂളിൽ പഠിക്കുന്ന പ്രായം പോലും ആയിട്ടില്ല. ആ ഒരു ഇൻസിഡൻറ്റോട് കൂടിയിട്ട് എൻ്റെ പിതാജിക്ക് ഞങ്ങളെ വെള്ളത്തിലിറക്കാൻ നല്ല പേടിയായി. ഞങ്ങൾ 4 മക്കളിൽ 3 എണ്ണത്തിനും നീന്തൽ അറിയില്ല. അനിയനവൻ്റെ വിക്രസൊക്കെ വെച്ചിട്ട് അതൊക്കെ പഠിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അന്നത്തെ തെണ്ടലും തിരിയലൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് പനിയും കഫൊക്കെ കൂടി പിറ്റേന്ന് രാവിലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് വിടേണ്ടി വന്നു കേട്ടോ. എനിക്ക് ചില മെഡിസിൻസൊക്കെ എടുക്കുമ്പോൾ ഹോർമോൺസൊക്കെ ഹൈ ആവലുണ്ട്. എൻ്റെ അസുഖം അങ്ങനെ ആയതുകൊണ്ടാണ്. ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ അസുഖത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് കാണാത്തവരതൊന്ന് കണ്ടു നോക്കണേ. എൻ്റെ അഡ്മിറ്റ് ചെയ്ത് ഒബ്സർവ് ചെയ്യണം എന്ന് തന്നെ ഡോക്ടർ പറഞ്ഞു കേട്ടോ. പക്ഷേ ഞാൻ അഡ്മിറ്റിന് വില്ലിങ്ങായില്ല. കാരണം ഇങ്ങനെ വീടിന് ചുറ്റും വെള്ളം കയറി നിൽക്കുകയാണല്ലോ. ഈ ടൈമിൽ കുട്ടികളെ വീട്ടിൽ നിർത്തിയിട്ട് എനിക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാൻ പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു. എൻ്റെ സ്വന്തം റിസ്കിലാണ് അന്ന് ഡോക്ടർ എന്നെ വീട്ടിലേക്ക് വിട്ടത്. ഡെയിലി 2 times നെബുലൈസേഷൻ ചെയ്യണം, നല്ലോണം റെസ്റ്റ് എടുക്കണം എന്നൊക്കെ പറഞ്ഞു വിട്ടു കേട്ടോ. ഞാൻ അങ്ങനത്തെ പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. കറക്റ്റ് 5 days നെബുലൈസേഷനൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കുറേ ഓക്കെ ആയിട്ടുണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ അഡ്മിറ്റിന് റെഡിയായി തന്നെ വരണമെന്നും പറഞ്ഞ് വിട്ടതാണ്. 4 years മുമ്പ് എനിക്ക് ഇതേപോലെ വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോഴത്തെ അപകടനിലയൊക്കെ ഞാൻ തരണം ചെയ്തിട്ട് ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഞാനൊരു 50% ഒക്കെ ഓക്കെ ആയി വന്നപ്പം എൻ്റെ അനിയനും ഫ്രണ്ട്സും കൂടെ വല ഇട്ടിട്ട് കുറച്ച് മീനിനെ പൊക്കിക്കൊണ്ട് വന്നു കേട്ടോ. ഇതൊന്ന് പൊള്ളിച്ച് തരുമോയെന്ന് വെച്ചിട്ട്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. വീട്ടിൽ ഇക്കാക്കി അനിയനും മാത്രമേ ഈ മീനൊക്കെ കഴിക്കുള്ളൂ. ഞാനിത് ക്ലീൻ ചെയ്യുക പോലും ഇല്ല കേട്ടോ. എനിക്കിതിൻ്റെ സ്മെല്ല് ഇഷ്ടമല്ല. പിന്നെ ഉമ്മയാണ് ആ വഴിക്ക് വരികയില്ല കേട്ടോ. ഉമ്മക്ക് തീരെ ഇഷ്ടമല്ല. ഉപ്പ ഇത് പിടിക്കുന്നതിനോട് യാതൊരു യോജിപ്പും ഇല്ലാത്ത ഒരാളുമാണ്. എനിക്ക് പറ്റുന്ന രീതിയിൽ തട്ടിക്കൂട്ടി യൂട്യൂബൊക്കെ നോക്കിയിട്ട് ഞാനത് പൊള്ളിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ ആയിരുന്നു, ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ എല്ലാവരും പറഞ്ഞ്. അത് അവനും ഫ്രണ്ട്സും എൻ്റെ 2 കുട്ടൂസന്മാരുണ്ടല്ലോ, മനുവും ദീനും, എല്ലാവരും കൂടി ഇരുന്ന് തട്ടി വിട്ടിട്ടുണ്ട്. മനുവും ദീനും ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇതൊക്കെ ടേസ്റ്റ് ചെയ്യുന്നത്. അവർക്ക് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആകെ വണ്ടർ അടിച്ചിട്ട് കേട്ടോ. ഇങ്ങനെ 2 കഴിക്കണമൊക്കെ നോക്കി നിന്നേ. അവരത് എന്താ കുറച്ച് ചോറൊക്കെ എടുത്തിട്ട് അതിങ്ങനെ കുഴച്ച് തിന്നതൊക്കെ കാണാൻ രസമുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അത് ടേസ്റ്റ് ചെയ്യാൻ പോലും തോന്നിയില്ല. ഞാൻ അത് വാഴയിലല്ല പൊതിഞ്ഞ് ഉപ്പൂത്തിൻ്റെ ഇലയിലാട്ടോ. അതുകൊണ്ട് നല്ല സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു.
ഈവനിങ് ആയാലും എൻ്റെ ഉപ്പാൻ്റെ ഒരു ഹൈലൈറ്റ് ചോദ്യമുണ്ട്, ഇന്നെന്താ മോളെ ചായക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നതെന്ന്. ആ ചോദ്യം എന്നെയോ അല്ലെങ്കിൽ ഇക്കാക്കിൻ്റെ വൈഫിനെയോ കാണുമ്പോൾ മാത്രമുള്ളൊരു പ്രത്യേക തരം ചോദ്യമാണ് കേട്ടോ. എൻ്റെ ഹെൽത്ത് ബെറ്റർ ആയിട്ടുണ്ടെന്ന് കണ്ടപ്പം ചോദിച്ചതാണ്. അപ്പം ഞാൻ എന്തായാലും ഒരു കൽത്തപ്പം സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഈ കൽത്തപ്പം എൻ്റെ ഒരു ഫ്രണ്ടിന് യൂട്യൂബ് ചാനലുണ്ട്. അവളിങ്ങനെ ചാനലിൽ ഇട്ടപ്പോൾ തൊട്ട് ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അതിനൊരു സന്ദർഭം കൂടെ ആയപ്പോൾ ഞാനതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ. ഈ പലഹാരം എല്ലാവരും വിശേഷ ദിവസങ്ങളിലൊക്കെയാണ് ഉണ്ടാക്കുക. വിശേഷ ദിവസം എന്ന് പറയുന്നത് ഇൻക്ലൂഡഡ് മരണം നടന്ന വീട്ടിൽ 3, 7, 15, 40 പിന്നെ ആണ്ട് ദിവസം അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ എന്താ കിണർ കുഴിച്ചിട്ട് വെള്ളം കാണുക, അങ്ങനെയുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങൾക്കൊക്കെ എന്താ പറയുക, ഈ പലഹാരങ്ങൾ ഇത് മാത്രമല്ല, കൽത്തപ്പം, നെയ്യപ്പം, ഉണ്ണിയപ്പം അങ്ങനെയുള്ള പലഹാരങ്ങളുണ്ടല്ലോ മധുരമുള്ള, അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലും സെർവ് ചെയ്യലൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ. കൽത്തപ്പം അങ്ങനെ എല്ലാവരും വീട്ടിൽ ഈവനിങ് സ്നാക്കായിട്ട് ഇങ്ങനെ സ്ഥിരമായിട്ട് കഴിക്കുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല, അങ്ങനെ കുക്ക് ചെയ്യുന്നൊന്നും. പിന്നെയും നെയ്യപ്പം ഉണ്ണിയപ്പമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അതെന്താ അങ്ങനെയെന്ന് എനിക്കറിയില്ല. എന്തായാലും യൂട്യൂബ് നോക്കിയാൽ ആദ്യത്തെ പരീക്ഷണമായതുകൊണ്ട് പെർഫെക്റ്റ് ആയിട്ടൊന്നും ഇല്ലായിരുന്നു. ടേസ്റ്റ് പക്കായിരുന്നു, അത്യാവശ്യം മധുരവും കാര്യവും എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ കറക്റ്റ് അതിൽ പറഞ്ഞ പോലെ തന്നെ ട്രൈ ചെയ്തുകൊണ്ടായിരിക്കും. പക്ഷേ എന്തോ കുക്കറിൽ നിന്ന് അതിന് വേർപിരിഞ്ഞ് വരാൻ എന്തോ ഒരു ബുദ്ധിമുട്ട് മാനസികമായിട്ട് തോന്നിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് പ്ലേറ്റിലേക്ക് മാറ്റിയപ്പം ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടിയായിട്ടാണ് കിട്ടിയത്. കറക്റ്റ് എനിക്ക് കിട്ടിയില്ല. അതിങ്ങനെ ഒരു സൈഡ് മാത്രം അടുക്കി പിടിച്ചിങ്ങനെ നിൽക്കായിരുന്നു. പക്ഷേ കരിഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ടേസ്റ്റിനൊരു വ്യത്യാസവും വന്നിട്ടില്ലായിരുന്നു. ആക്ച്വലി ഞാൻ കുക്കറിൽ ഒരു കേക്ക് അങ്ങനെയൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അതിലങ്ങനെ കുക്ക് ചെയ്താൽ അത് ബേക്കായി വരുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. എൻ്റെ ആക്രാന്തം കൊണ്ട് അത് ചൂടാറാനുള്ളൊരു സമയം കൊടുക്കാനും എനിക്ക് പറ്റിയില്ല. എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലായതുകൊണ്ട് തന്നെ മനുവിനും തിരുവിനൊന്നും ക്ലാസ്സൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഞങ്ങൾ വരുന്ന സമയത്ത് ബുക്സൊന്നും എടുത്തിട്ടില്ലായിരുന്നല്ലോ. അപ്പോൾ ജസ്റ്റ് ഓൺലൈനിൽ ട്യൂഷൻ നടക്കുന്നുണ്ടായിരുന്നു മനുവിന്, അത് മാത്രമേ നടന്നുകൊണ്ടിരുന്നുള്ളൂ. അപ്പോൾ അതിൽ കുറച്ച് റിവിഷനും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ സാറ്റർഡേയിലും അവർക്ക് റിവിഷൻ ഉണ്ടാവും. അപ്പോൾ ഞാൻ സാറ്റർഡേ ആയതുകൊണ്ട് ഇരുന്ന് ജസ്റ്റ് ഞാനൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുമായിരുന്നു. എന്തൊക്കെ അറിയില്ല എന്നുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് പൊടി തട്ടി എടുത്തതാണ്. എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ വിശേഷങ്ങളൊക്കെ. എനിക്ക് കഴിയുന്നതിൻ്റെ എൻ്റെ മാക്സിമം ഷൂട്ട് ചെയ്ത് വെച്ചതാണ് ഇതൊക്കെ. ഇനിയും കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാൻ എനിക്ക് കുറച്ച് ആവതൊക്കെ ഉണ്ടാവാൻ, അതായത് ആരോഗ്യം ഉണ്ടാവാൻ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. പിന്നൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ അസുഖം എന്താണെന്ന് റിവീൽ ചെയ്ത വീഡിയോയിൽ എനിക്ക് അറിയപ്പോലും ഇല്ലാത്ത ആൾക്കാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഓക്കെ ആയി വരും മോളെ, എല്ലാം ശരിയാവും അങ്ങനെയൊക്കെ പറഞ്ഞ് കമൻ്റ് ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. എന്താ പറയുക, ഇപ്പം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാനും ഒക്കെ ആളുകളുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അതുവരെ ഉണ്ടായിരുന്ന സബ്സ്ക്രൈബേഴ്സ് എല്ലാം കേട്ടോ ഇപ്പോൾ എനിക്കുള്ളത്. കൂടുതലും ആ വീഡിയോസ് കണ്ടിട്ട് എനിക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. എനിക്ക് ഇനിയും നിങ്ങളെയൊക്കെ സപ്പോർട്ട് വേണം. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ വീഡിയോസൊക്കെ ഇട്ട് എൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ടും റെസ്പോണ്ടും ഒക്കെ ഉണ്ടാകുമ്പോഴേ എനിക്കത് ചെയ്യാനുള്ള ഒരു ത്വര ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങളെൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.